ഹായ് ഫ്രണ്ട്സ്, ഡെയിലി ഓയിലിൽ മുക്കി പൊരിച്ച പലഹാരം തിന്ന് നിങ്ങൾ മടുത്തോ? ഞാൻ മടുത്തു കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച്. ടേസ്റ്റും വേണമല്ലോ, നമ്മൾ ഈ ഓയിലിൽ മുക്കി പൊരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ ടേസ്റ്റൊക്കെ കിട്ടാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന വലിയ ഷെഫാണല്ലോ, ഷെഫായിട്ടൊന്നല്ലാട്ടോ. ഓരോ ഡെയിലി ഞാൻ ഓരോരോ സ്നാക്സ് തട്ടി ഒരു സ്നാക്സിലേക്ക് അങ്ങനെ വെച്ചിട്ട് സ്നാക്സാണ് പിന്നെ കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ചപ്പ് കറിവേപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും ആഡ് ചെയ്യാം. അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്യാം. ഒരു സവാള മതി കേട്ടോ. ഞാനിതിന് 2 സവാള എടുത്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ഫില്ലിങ്സ് വേറൊരു ആവശ്യത്തിനായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഒന്ന് എടുത്താൽ മതി. ഇനി അതിലേക്ക് സ്പൈസ് പൗഡറൊക്കെ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഉപ്പ് ഞാൻ ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി വഴറ്റുന്ന സമയത്ത് പക്ഷേ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സായി വരും നമുക്ക് നമ്മുടെ ക്യാപ്സിക്കും ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഫ്രൈ പാനിൽ വേറെ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ മസാല പൗഡറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിന് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ നമ്മുടെ ഇഡ്ഡലി ചെമ്പിലൊന്ന് സ്റ്റീം ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നാലേ നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് പരത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പരത്തുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ 2 മിനിറ്റ് മതി. അപ്പോൾ ജസ്റ്റ് സ്റ്റീം ചെയ്തെടുത്താൽ നമുക്കിത് നല്ല അടിപൊളിയായിട്ട് പരത്താൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഈ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ബ്രെഡിൻ്റെ പരത്തി പൊട്ടിപ്പണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെയാണ് അതിൻ്റെ ഗുഡ്നെസ് വേറെ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയത്. നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ അധികം വീഡിയോസും സ്കിപ്പ് ചെയ്തിട്ടാട്ടോ കാണാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് എന്താക്കുക, കോൺ പോലെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ 2 സൈഡും നമ്മുടെ കോണാക്കിയിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ചൂടോടെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ മൈദപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് ചൂടോടെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടാറി പോയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മൈദയുടെ മിക്സില്ലേ, അതൊന്ന് ജസ്റ്റ് ആക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ ചൂടോടെ ചെയ്തുകൊണ്ട് എനിക്കിത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല, നമുക്കതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് ഫില്ലിങ്സ് വെക്കുമ്പോൾ തന്നെ അത് നിറയും. 2 സ്പൂണ് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇതിലും ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മുഞ്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചീസിൻ്റെ സ്ലൈസ് ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ ചീസ് സ്ലൈസ് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുനുകുനാന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി സ്ലൈസസും ചീസും അല്ലെങ്കിൽ മസാല ചീസായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. എയർ ഫ്രയർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ പാനിൽ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാൻ മതി. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് തന്നെ സംഭവം സെറ്റാക്കി കിട്ടും. പാനിൽ വെച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിലേക്ക് വെച്ചെടുക്കുന്നുണ്ട്. എയർ ഫ്രയറിൽ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 5 മിനിറ്റ് ഇരുന്നത് 5 മിനിറ്റിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ ഓയിലിൽ പൊരിച്ചിട്ട് ഈ സ്നാക്സ് ടേസ്റ്റ് ഉണ്ടാകുന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുന്നത്. അപ്പോൾ നമ്മളിത് നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ചീസ് വെച്ചുകൊണ്ട് തന്നെ മുകളിൽ കാണാൻ ടേസ്റ്റ് ഒരു ടേസ്റ്റ് കുറവില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.